ശ്രീ പി സി ജോർജ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീ പി സി ജോർജ്, ഒരു സഞ്ചാരികൾ അവിടെ എത്തുന്നു, വ്യാപാരികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ സഞ്ചാരികൾ ഇസ്രായേലുകാരും വ്യാപാരികൾ കശ്മീരി വ്യാപാരികളും ആകുമ്പോൾ ആണ് മറ്റ് പല സംഭവങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം അനിവാര്യമായ സാഹചര്യത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഇതിനെ അത്ര കണ്ടങ്ങ് നിഷ്കളങ്കമായി കണ്ടു കളയാവുന്ന ഒരു കാര്യമായി താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ നിഷ്കളങ്കമായി കരുതേണ്ട കാര്യമാണെന്ന് മാത്രമല്ല, അതിന്റെ കാര്യമല്ല എന്ന് മാത്രമല്ല, കുമളിയിലെ മർച്ചന്റ് അസോസിയേഷൻ മാന്യത കാണിച്ചു. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് ശരിയുണ്ടായില്ല. ഇത്രയും വലിയൊരു വൃത്തികേട് നടത്താനുണ്ടോ? അതായത് ഇസ്രായേലിൽ നിന്ന് വന്ന നമ്മുടെ ടൂറിസ്റ്റ് മേഖലയില് വന്ന ഒരു ഇസ്രായേലിയാണെന്ന് പറഞ്ഞാൽ അവനെ കാക്കാൻ പരട്ടക്കാക്കാന്റെ മുഖം മാറി എന്ന് പറഞ്ഞാൽ അവൻ കാശ്മീർകാരൻ എവിടുത്തുകാരനാണ്. അവനെ അടിച്ച് പുറത്താണെങ്കിൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് പുറത്താണ് അവൻ. ഇവിടെ ഈ കാക്കാമാരുടെ അഹങ്കാരം കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഇവിടെ കേട്ടില്ലേ? ഇപ്പൊ ആ മുനമ്പത്തെ ജനത അവിടെ കയറിക്കല്ലേ നമ്മള്, അവിടെ മുഴുവൻ കയ്യേറാൻ നോക്കല്ലേ ഇമാർക്ക് മുഴുവൻ ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കണമെന്ന് ഇറങ്ങി തിരിച്ചിരിക്കല്ലേ. ഇതിനൊക്കെ കാരണക്കാരൻ ജവഹർലാൽ നെഹ്റുവാണ്. ഞാൻ പറയാൻ മടിക്കുന്നില്ല, എല്ലാവർക്കും പേടിയായിരിക്കും, എനിക്ക് പേടിയൊന്നുമില്ല. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ ഈ വഖഫ് ബോർഡ് കൊടുത്തത് നെഹ്റുവാണ്. നെഹ്റു മുസ്ലിമാണെന്നൊരു ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. സത്യം എനിക്കറിയില്ല. അയാൾ ദൈവവിശ്വാസം ഇല്ലാത്തവരാണെന്ന് പറയുകയും ദൈവവിശ്വാസം ഉള്ളതെന്ന് ക്ഷേത്രത്തിൽ പോകണല്ലോ, ഹൈന്ദവ രാഷ്ട്രമല്ലേ. അത് കഴിയാഞ്ഞിട്ട് പുള്ളി ഹൈന്ദവ ക്ഷേത്രത്തിൽ പോകാതിരിക്കാൻ വേണ്ടി മതവിശ്വാസം ഇല്ലാത്തവരാണെന്ന് പറയാൻ പകല് രഹസ്യ മുറിയിൽ നിസ്കരിക്കുകയും ചെയ്തിരുന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. ആർക്കറിയാനും സത്യം. ഏതായാലും ഈ വഖഫ് ബോർഡിനെ ഈ നിലയിലാക്കിയതിന് മുഴുവൻ ഉത്തരവാദി അയാളാണ്. അയാൾക്ക് ശേഷം പിന്നെ വന്ന നമ്മുടെ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ഒന്നാലോചിച്ച റൂൾ സെക്ഷൻ 40 ഏത് ഭൂമിയും വഖഫ് ബോർഡിന്റെ ആക്കാന്നുള്ള അവകാശം കൊടുത്തു ആ 40ൽ. അത് കഴിഞ്ഞ് നമ്മുടെ മൻമോഹൻ സിംഗ് വന്നു, കോൺഗ്രസ് മുഴുവൻ കോൺഗ്രസ് നയിപ്പിച്ചു ഈ രാജ്യത്ത്. മൻമോഹൻ സിംഗ് തന്നെ ഇത് സെക്ഷൻ 52 അതായത് വഖഫ് ഭൂമിയിൽ 2 കൊല്ലം താമസിച്ചിട്ടുണ്ട്, അവന് 2 കൊല്ലം ശിക്ഷിക്കാൻ വന്നു. ഈ കൂടെ നാറി നിയമമൊക്കെ ഉണ്ടാക്കിയ ഇന്ത്യൻ പാർലമെന്റ് വേറെ ആമ്പിള്ളേരില്ലായിരുന്നല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. എനിക്ക് ദുഃഖം തോന്നും. അതിന് അനുകൂലമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കിയത് ഏതാ ഈ വഖഫ് നിയമം മാറ്റാൻ പാടില്ലെന്ന്. അപ്പൊ ഈ രാജ്യത്ത് ഇത് എന്നാൽ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആദ്യത്തെ കണക്കനുസരിച്ച് 84% ഉണ്ടെന്ന് ഹൈന്ദവ വിഭാഗം 79 മനസ്സിലായില്ലേ? ഈയിടെ അടുത്ത കാലത്ത് നോക്കിയപ്പോൾ 9% കുറവുണ്ട് ഹിന്ദു. അവിടെ ഒന്നുമില്ലാതിരുന്ന 13% മുസ്ലിം ഇന്ന് 31. ഇതെങ്ങോട്ടാ പോക്ക്? മനസ്സിലായില്ലേ? ഇങ്ങനെ പിടിച്ചിറക്കി പോവുക. മനുഷ്യൻ ഒരു മതേതരത്വം എന്ന് പറയുകയും മതേതരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവന്മാർ അതല്ലേ ഇപ്പൊ കണ്ടത്. ഒരു ഇസ്രായേലിയാണെന്ന് പറഞ്ഞ ഉടനെ അവനെ അടിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു, അവന്റെ ലൈറ്റ് കെടുത്തുക, അവന് സാധനം കൊടുക്കുക എന്ന് പറയുകയാണ്. ഇത് ഇന്ത്യ രാജ്യത്ത് ഇത് ഭാരതമല്ലേ? ഇവരെയൊക്കെ അടിച്ചു ഓടിക്കണം ഇവിടുന്ന്. ഈ വർഗത്തെ എവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള അഭിപ്രായക്കാരനായി. വളരെ നന്ദി ശ്രീ പി സി ജോർജ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. ഇതിനെ എത്ര കണ്ട് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹവും പ്രതികരിക്കുന്നത്.